അവിടെ ഇങ്ങനെ താഴുകയും പൊങ്ങുകയും ചെയ്യുകയാണ്. അവിടെ പടച്ചോൻ ഉറപ്പിച്ചിട്ടില്ല. അതുവരെയുള്ള എല്ലാ സോഫ്റ്റ്വെയറും റബ്ബ് ഉറപ്പിച്ചു. ഇവിടെ സോഫ്റ്റ്വെയർ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഉറക്കേണ്ടത്. അത് ഏത് സോഫ്റ്റ്വെയർ ആണോ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുക അതാകട്ടെ എന്ന് കരുതിയിട്ടാണ്. സീരിയൽ ഓപ്ഷൻ ആണെങ്കിൽ അത്, സിനിമന്റെ ഓപ്ഷൻ ആണെങ്കിൽ അങ്ങനെ, മതമില്ലാത്ത, ആരാധനയില്ലാത്ത, ദുആകളില്ലാത്ത, ഖുർആനോത്തില്ലാത്ത സോഫ്റ്റ്വെയർ ആണ് ഇവിടെ നിക്ഷേപിക്കേണ്ടതെങ്കിൽ അത് കുട്ടിക്ക് ഒരു 5-8 ദിവസം കൊണ്ട് കിട്ടും. നിസ്കരിക്കുന്ന സോഫ്റ്റ്വെയർ, ആരാധന ചെയ്യുന്ന സോഫ്റ്റ്വെയർ, ഖുർആൻ ഓതുന്ന സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ഇസ്ലാമികമായ സംസ്കാരമുള്ള സോഫ്റ്റ്വെയർ, അതോടുകൂടി അത് ഉറച്ചു വന്നാൽ ഒരു 6 മാസമായ കുട്ടി കിടക്കുകയാണ്. ഉമ്മ നിസ്കരിക്കുന്നത് നോക്കി കിടക്കുകയാണ്. ഉമ്മ ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങുമ്പോ കരയണില്ല, റുക്കൂക്ക് പോയപ്പോ കരയണില്ല, സുജൂദുക്ക് പോയപ്പോ കരയണില്ല. എല്ലാം കഴിഞ്ഞ് 4 റക്അത്ത് കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് കരയാൻ തുടങ്ങി. 6 മാസമായ കുട്ടിക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞു എന്ന് എങ്ങനെയാണ് ആ കുട്ടിക്ക് കിട്ടിയത്? ഇവിടെ ഉറക്കാത്ത തലച്ചോറിന്റെ അവശേഷിക്കുന്ന ഭാഗത്ത് ആ വീട്ടിൽ നിന്ന് പടച്ച തമ്പുരാൻ അവിടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആക്കി കൊടുത്തതാണ്. അവിടെയാണ് അവശേഷിക്കുന്ന ഭാഗം പിന്നീട് ചേർക്കപ്പെടുന്നത്. ഓർക്കുക, പ്രിയപ്പെട്ട മക്കൾക്ക് ദീൻ ഉണ്ടാകണം. പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾക്ക് ദീനുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ടാകും. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് ദീനുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ടാകും. പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ നല്ലവരായി തീരുമ്പോൾ മക്കളും ഞങ്ങളും നല്ലവരായിരിക്കും. പള്ളിയിലേക്ക് നിങ്ങൾ വഴി കാണിച്ചു തന്നാൽ ഞങ്ങൾ ആ വഴിയിലൂടെ നടന്നു പോകും. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മക്കൾക്ക് പള്ളിയും ദീനും മദ്രസയും ഒക്കെ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ, മക്കനെ ഇടേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ, മക്കൾ അതുപോലെ നിങ്ങൾക്ക് മക്കനയിട്ട് കണ്ണാടിയിൽ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ മക്കൾ എന്ന് പറയുന്നത് വാപ്പയുടെയും ഉമ്മയുടെയും പതിപ്പായി വളരണം. അത് പതിപ്പായി വളരാൻ നമ്മൾ മക്കളോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അൽസിമു ഔലാദക്കും വഹ്സിനു അദബഹും. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക, അവരുടെ സംസ്കാരം നന്നാക്കുക, സ്വഭാവം നന്നാക്കുക എന്നാണ്. മോനെ ഇവിടെ വാ, എന്താ ളുഹർ നിസ്കരിച്ചോ? ളുഹർ നിസ്കരിച്ചില്ല. എന്താ മോനെ നിസ്കരിക്കാത്ത? എന്താടോ ഈ ഇങ്ങനെയാ? നോക്കാ, നമ്മളൊക്കെ മുസ്ലിമായിട്ട് ഈ സത്യനിഷേധിയാവൂലേ? നിസ്കരിക്കണം കേട്ടോ ഉപ്പ, ഇനി ഞാൻ നിസ്കരിച്ചു കൊള്ളാം അല്ലേ? കുട്ടികളോട് ചോദിക്കുന്നു. കുറെ കുട്ടികളെ ഒരു സദസ്സിൽ വിളിച്ചുകൂട്ടി. ആ വിളിച്ചുകൂട്ടിയ കൊച്ചുമക്കൾ 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും അവരോടെല്ലാരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, വാപ്പ തല്ലാതെ, ഉമ്മ അടിക്കാതെ, ആരും പറകെ നടക്കാതെ, ഉസ്താദ് ചോദിക്കാതെ 5 വക്ത് നിസ്കരിക്കുന്നു ഉറപ്പായാൽ ഇരിക്കാമെന്ന്. അവരങ്ങനെ ഇരുന്നു. ഓരോരുത്തർ കുറെ അങ്ങനെ ഇരുന്നു. കുറച്ചാൾ ഇരുന്നില്ല, കുറച്ചാൾ നിന്നു. ഒരുത്തൻ കൈ പിടിച്ചു, മറ്റോനെ ഇരുത്തിയപ്പോ പറഞ്ഞു, ഇവൻ എടാ എന്ത് കണ്ടായിരിക്കണേ? ബാപ്പ തല്ലാതെ, അമ്മ പറകെ നടക്കാതെ 5 വക്ത് നിസ്കരിക്കുന്നു, പടച്ചോനോട് ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കൂലേനെ, എനിക്ക് നേരം കിട്ടുമെന്നൊക്കെ ഒന്ന് ഉറപ്പാകട്ടെ. ആലോചിച്ച് 10 മിനിറ്റ് കൊണ്ട് ആ 19 കുട്ടികളും ഇരുന്നു. അവർ 3 വയസ്സുകാരുണ്ട്, 4 വയസ്സുകാരൻ, 5 വയസ്സുകാരുണ്ട്. എത്രയോ നല്ല മക്കളാണ് നമ്മളുടെ കുട്ടികൾ. ഒരു ഉപ്പ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മൗലവിയെ, നിസ്കരിച്ചില്ലെങ്കിൽ എന്താ വെടിയച്ചു കൊല്ലുന്നിട്ട് പറഞ്ഞിരുന്നോ നിങ്ങൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ല. അവരവരുടെ പടച്ചോനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പ്രതികരിക്കാൻ? എന്റെ മുസല്ലിയും കാണാനല്ല, എന്റെ പെണ്ണുങ്ങളെ മുസല്ലിയും കാണാനല്ല. അതെന്തേ? 2 കുട്ടികൾ ഓരോരോ മുസല്ലി എടുത്ത് മേലക്ക് പാഞ്ഞക്കുക. താഴ്ന്ന് നിസ്കരിക്കാവൽക്ക് മടി. ഇതുവരെ നിസ്കരിക്കാത്ത ഞങ്ങളിപ്പം ഒരു ബാലവേദി സംഗമം കഴിഞ്ഞിട്ട് തെക്കുവീർ കെട്ടിയ വാപ്പ ചിരിക്കൂലേ? അതുകൊണ്ട് മെല്ലെ ഉമ്മാന്റെ മുസല്ലി ഒരുത്തം വലിച്ച് വാപ്പാന്റെ മുസല്ലിയും വലിച്ച് മേലക്ക് വയ്ക്കുകയാണ്. ഉമ്മനോടും വാപ്പനോടും പറഞ്ഞു, നിങ്ങളെ മുസല്ല 2 തരൂല, വേണമെങ്കിൽ നിങ്ങൾ പുതിയത് വാങ്ങിക്കോളൂ. എത്ര നല്ല മക്കളാണ് പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളുടെ കയ്യിലേക്ക് പടച്ച റബ്ബ് തന്നപ്പോൾ ആ കുട്ടികൾ സ്വർഗത്തിലാണ്. നമ്മളുടെ വീട്ടിൽ 10 ദിവസം കഴിഞ്ഞ്, 100 ദിവസം കഴിഞ്ഞ്, 200 ദിവസം പൂർത്തിയാക്കി, 365 ദിവസം കഴിഞ്ഞപ്പോൾ സീരിയലും സിനിമയും വെടിവെക്കുന്നതും, അതുപോലെ തന്നെ തൂങ്ങിച്ചാകുന്നതും, അതുപോലെ തന്നെ വിഷം കൊടുത്തു കൊല്ലുന്നതും, ഉപ്പയെ ചവിട്ടുന്നതും, ഭാര്യയെ തൂക്കിയെറിയുന്നതും, പഠിച്ച മകൻ നരകത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണൊരു പരിഹാരമുള്ളത്? ഖുർആനും
ഹദീസും പഠിക്കുന്ന കേന്ദ്രങ്ങളാകട്ടെ നമ്മളുടേത്. മക്കൾ മദ്രസയിൽ നിന്ന് വന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വായിക്കാനുണ്ടാകണം. ഞങ്ങൾ ഓതുമ്പോൾ നിങ്ങൾ ഊതിയിരിക്കരുത്, നിങ്ങളും ഞങ്ങളുടെ കൂടെ ഓതണം. ഇത് ഞങ്ങൾ കുട്ടികൾ ഖുർആൻ തുറന്ന് ചോദുമ്പോൾ നിങ്ങൾ പറയാ ഈ ഓതിക്കോ, ഞാൻ ഇവിടെ ഊതിക്കോളാം. അതുപോരാ, ഞങ്ങൾ ഓതുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഓതണം. ഞങ്ങളുടെ അക്ഷരത്തിലെ തെറ്റുകൾ നിങ്ങൾ തിരുത്തിത്തരണം. ഞങ്ങൾ വായിക്കുന്ന ഫിഖ്ഹിലെ കർമ്മശാസ്ത്രത്തിലെ പ്രാർത്ഥനകൾ നിങ്ങൾ ഞങ്ങൾക്ക് ചൊല്ലിത്തരണം. അങ്ങനെ ഞങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ഞങ്ങൾ ആരുടെ കൂടെയും ഇറങ്ങിപ്പോവുകയില്ല, ഞങ്ങൾ വഴിതെറ്റുകയില്ല. ഞങ്ങൾക്ക് നിങ്ങളോട് കടപ്പാടുണ്ടാകണം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഞങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സംഘർഷങ്ങൾ ഒഴിവാകാൻ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നും റബ്ബേ കൺകുളിർമ തരണേ. കൺകുളിർമ തരാൻ, മക്കളെ കാണുമ്പോൾ കൺകുളിർമയുണ്ടാകാൻ, ഇണകളെ കാണുമ്പോൾ കൺകുളിർമയുണ്ടാകാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളായി നിങ്ങൾ മാറണം. മക്കളുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഖുർആൻ എന്നോടും നിങ്ങളോടും പഠിപ്പിച്ചിട്ടുള്ളതും നമ്മളോടത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതും. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു മാനസികമായ സംഘർഷത്തിന്റെയോ പ്രയാസത്തിന്റെയോ ആവശ്യം മക്കളുടെ കാര്യത്തിലില്ല. സന്താനങ്ങൾ സൗഭാഗ്യമാണ്. സന്താനങ്ങൾ സൗഭാഗ്യമാണ്. സന്താനങ്ങളുടെ സൗഭാഗ്യങ്ങളെ പോലെ തന്നെ ആ സൗഭാഗ്യമായി അള്ളാഹു തന്നവരെ യഥാർത്ഥമായ മാർഗത്തിൽ നോക്കി വളർത്തുക എന്ന ചുറ്റുപാടുകൂടി എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് മക്കളെ നന്നായി വളർത്തണം. സന്താനങ്ങളെ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നല്ല ഒരു ഉപ്പ, നിങ്ങൾ നല്ല ഒരു പേര് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെ പടച്ച തമ്പുരാൻ ഒരു സമ്മാനമായി നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ അള്ളാഹു പറഞ്ഞ അഖീഖത്തുണ്ട്, അത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറുക്കേണ്ടതുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ 2 ആടും, പെൺകുട്ടിയാണെങ്കിൽ 1 ആടും, അതല്ലെങ്കിൽ ഒരു ഉരുവിനെയോ നിങ്ങൾക്ക് അറുത്തു കൊടുക്കാം. നമ്മളോ വേണ്ടാത്ത അറിവിന് വേണ്ടിയൊക്കെ അറുക്കും, അള്ളാഹു പറയാത്ത അറിവിന് വേണ്ടി അറുക്കും. ഒരു അഖീഖത്തിന് ചിലപ്പോൾ അറുക്കുകയില്ല. ഞങ്ങൾക്ക് നിങ്ങൾ നല്ല പേരിടണം. ഞങ്ങൾക്ക് സ്കൂളിലും മദ്രസയിലും ഒക്കെ പോകുമ്പോൾ പേരിന്റെ അർത്ഥം ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ കിട്ടണം. എന്താ എന്റെ പേര്? എന്താണ് അതിന്റെ അർത്ഥം എന്നാർക്കും അറിയില്ല. നല്ല പേരിടണം. നല്ല കുട്ടികളുടെ അർത്ഥമുണ്ടാകണം. ഉസ്താദുമാർ ഒരുപാടുണ്ട് നമ്മളുടെ നാടുകളിൽ. അവരോടൊക്കെ ചോദിച്ചാൽ യഥാർത്ഥമായ പേര്, നിങ്ങൾക്ക് അർത്ഥമുള്ള പേര് ഞങ്ങൾക്ക് ഇടാൻ കഴിയും, അല്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ഉപ്പ വന്നുകൊണ്ട് പറഞ്ഞു, ഉമറേ, എന്റെ മോനാണ് പോകുന്നത്, ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് വരും, ഞാൻ എന്തു ചെയ്യും? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചു. മോനെ, എന്താണ് ഉപ്പ ഇങ്ങനെ പറയുന്നത്? ഉപ്പക്ക് നിന്നെ കുറിച്ച് ഒരുപാട് പരാതികളാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഉമറേ, ഖലീഫ, നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു വാപ്പ എന്ന നിലയിൽ എന്റെ ഉപ്പ എനിക്ക് എന്തൊക്കെ ചെയ്തു തരണം? എണ്ണി പറഞ്ഞു കൊടുക്കുന്നു. ഒന്നിന്റെ എനിക്ക് നല്ലൊരു ഉമ്മാനെ തരണം, അതിന്റെ വാപ്പ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉപ്പ കല്യാണം കഴിച്ചപ്പോൾ മക്കൾക്ക് ഇസ്ലാമിയത്ത് കൊടുക്കാൻ പറ്റുന്നവരാണോ എന്ന് നോക്കിയില്ല. എൻ്റെ അമ്മക്ക് ദീനിയായ ഒന്നും അറിയില്ല. 2, എനിക്ക് ഇസ്ലാമികമായ സംസ്കാരം തരണമായിരുന്നു, അതെൻ്റെ ഉപ്പ തന്നിട്ടില്ല. എനിക്ക് മാന്യായിട്ടൊരു നല്ല പേരെങ്കിലും തരണമായിരുന്നു. എൻ്റെ വാപ്പ എനിക്ക് കരിവണ്ട് എന്നാ പേരിട്ടിക്കണ്, ഞാൻ എന്താ കാട്ടേണ്ടത്? ഉമർ ഖത്താബ് റളിയല്ലാഹു തിരുത്തി കൊടുത്തു പറഞ്ഞു, മോനെ, ഇതുവരെ ചെയ്തു തരാൻ കഴിയാത്തത് ഉപ്പക്ക് ഇനി ചെയ്യാൻ കഴിയില്ല. ഇവിടെ നിന്നങ്ങോട്ട് ഉപ്പ നിനക്ക് സംസ്കാരം തരും, നീ ഉപ്പ പറഞ്ഞത് കേൾക്കുക. അപ്പൊ മക്കളായ ഞങ്ങൾക്ക് വഴിതെറ്റലുണ്ടാകരുത്. ഞങ്ങൾ ഏതെങ്കിലും ദിക്കുകളിൽ രാത്രിയെ 4 വൈകുന്നേരം 5 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല എങ്കിൽ അന്വേഷിക്കണം. ഞങ്ങൾക്ക് കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടും, എന്താ മോനെ സമ്മാനം വേണ്ടത്? മൊബൈല്. പെൺകുട്ടിയോ നോക്കും മൊബൈല്. അവസാനം അതാ രാത്രി റൂമിന്റെ ഉള്ളിൽ വെച്ച് വാതിലടച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഉമ്മ ചെവിയോർത്തു. ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, അവൾ ആരോടോ സംസാരിക്കുന്നുണ്ട് എന്ന്. എന്തു ചെയ്യാൻ കഴിയും? ഉമ്മ, നിങ്ങൾ വാതിൽ തുറക്കാൻ പറയണം മകളോട്. എന്നിട്ടുമ്മ നിങ്ങൾ അവളോട് പറയണം, മോളെ വഴി തെറ്റരുത്, നല്ല ഒരു ജീവിതമുണ്ട് നമുക്ക്, സംസ്കാരം വഴിതെറ്റിപ്പോകരുത്. വഴിതെറ്റിയാൽ റബ്ബ് നമ്മളെ ശിക്ഷിക്കും. അരുത് മോളെ, അരുത്. തെറ്റ് തിരുത്തി തരാനുള്ളവരാണ് നിങ്ങൾ. കല്യാണം കഴിച്ച പുതുനാരിയെ വിവാഹശേഷം ഒഴിവാക്കി. അമ്മാവൻ കുതിച്ചു ചാടിച്ചെന്നു. എന്താ വിവാഹമോചനം ചെയ്യാൻ എന്താ കാരണം ചോദിച്ചോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. മൂപ്പരൊരു ഉസ്താദുമായിരുന്നു. പോയ മനുഷ്യൻ്റെ അതേപോലെ ഘടന പോരുന്നു. എന്ത് ചോദിച്ചു? മനുഷ്യനോട് പറയാൻ പറ്റിയ കാരണമല്ലായിരുന്നു. എന്തേ ചോദിച്ചു? ഒന്നുമില്ല, അവൾക്ക് ഓതാൻ അറിയില്ല.
പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഓത്തുപഠിപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥമായ അഹ്ലുകാരായി നമ്മൾ മാറുകയും ചെയ്യണം. ഖുർആൻ ഒരു ഭാഗത്ത് ഓതുകയും ഖുർആനിന്റെ ആശയം നമ്മളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യരുത്. പ്രിയപ്പെട്ട മക്കളെ, ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയവരാണോ എങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് തേടണം. ഇസ്തിഗ്ഫാറിന് തേടണം. ഒരു നിക്കാഹിന് പോയി കോഴിക്കോട്, നിക്കാഹിന്റെ ഖുത്ബ തുടങ്ങുന്നതിന്റെ മുമ്പ് പുതുമാരന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. ഞാൻ ചോദിച്ചു, എന്താ മോനെ? അപ്പൊ അവന്റെ കുപ്പായത്തിന്റെ ഉള്ളിൽ നിന്ന് അവനൊരു പേപ്പർ എടുത്തു തന്നു. അവന് പറയാൻ കഴിഞ്ഞില്ല. എന്താ എഴുതിക്കണറിയോ? എൻ്റെ ഉപ്പ കുഞ്ഞു മൈദീൻ എന്ന് പറയുന്നയാള് 3 കൊല്ലം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ നിക്കാഹ് തുടങ്ങാൻ പറ്റുകയുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, ഉപ്പക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് തേടിയിട്ട് മതി. എൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു ജീവൻ. എൻ്റെ ഉപ്പ എൻ്റെ ജീവനെ പോലെയാണ്. ഒരു മകൻ കോട്ടക്കെട്ട് ഉഷാറായിട്ടാ വന്നിക്കണേ. അവൻ ആ കോട്ടിൻ്റെ ഉള്ളിലുള്ള കീശയിൽ എഴുതി വെച്ചേക്ക, എൻ്റെ ഉപ്പ കുഞ്ഞു മൈദീൻക്ക 3 കൊല്ലം മുമ്പ് മരിച്ചു പോയതാണ്. പച്ചക്കറിയായിട്ട് പോവുകയായിരുന്നു അല്ല വണ്ടിമേ. അപ്പം അപകടത്തിൽ മരിച്ചതാ. അപ്പം അത് എഴുതി കൊടുന്നേക്കും. അവനറിയാം അത് പറയാൻ അവന് കഴിയില്ല, ദുഃഖം കൊണ്ട്. അതുകൊണ്ട് ആ ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ച സദസ്സിൽ വെച്ച് എല്ലാവരും ആമീൻ പറഞ്ഞു തുടങ്ങിയിട്ടാണ് ബാക്കി നിക്കാഹിന്റെ ഖുത്ബയുടെ സാരാംശത്തിലേക്ക് കടന്നത്. പ്രിയപ്പെട്ടവരെ, ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും നല്ലത് ചിന്തിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ട്. നല്ലവരായി തീരണം. അതുകൊണ്ട് അവർക്കുള്ളതിൻ്റെതായ ഇസ്ലാമികമായ മാർഗം ഖുർആൻ പഠിപ്പിച്ചത് ആർക്കും ഒരു ഉപദ്രവമാകരുത്. ഒരു ഉപ്പയും ഒരു ഉമ്മക്കോ, ഒരു ഉമ്മ ഒരു ഉപ്പക്കോ, ഒരു മകനും ഒരു വാപ്പക്കോ ഉപദ്രവമാവുകയില്ല. നമ്മൾ പറയലോ, വല്ലാത്തൊരു ശല്യായി പോയി ഉണ്ടാകരുത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു വാപ്പയെ ഒരു കുട്ടിക്കൊരു ഉപദ്രവമായി പോകാൻ പാടില്ല. ഒരു ഉപ്പയും ഒരു മകന് ഉപദ്രവാകരുത്. എൻ്റെ വാപ്പാനോണ്ട് ഞാൻ കുടുങ്ങിയല്ലോ. ഇവിടെ അങ്ങനെ ആരുമില്ല എന്ന് വിചാരിക്കുകയാണ്. അച്ഛനെന്നും കള്ളു കുടിച്ച് വന്ന് അമ്മയെ ഉപദ്രവിച്ച് അവസാനം മകൻ മഴുവെടുത്ത് അച്ഛന്റെ കഴുത്ത് വെട്ടേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, അരുത്. നമ്മളാരും മദ്യപാനികളായി തീരാൻ പാടില്ല. നമ്മുടെ മക്കളെത്ര ശുദ്ധരാണ്. വാപ്പ മരിച്ചപ്പോൾ അവിടുത്തെ മൗലവി പറഞ്ഞു, മോനോട് ഇയാണ് കുളിപ്പിക്കണ്ടത്, ഇയാണ് ഇമാമുക്കണ്ടത്. ഓൻ മാറി. ഓൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ കുളിപ്പിക്കൂല, ഞാൻ ഇമാമു നിൽക്കൂല. എന്താണ് അന്നെ മദ്രസന്ന് പഠിപ്പിച്ചതല്ലേ ഇമാമുക്കാനും നിക്കരിക്കാനും ഒക്കെ പഠിപ്പിച്ചതല്ലേ, എന്നെ കുളിപ്പിക്കാൻ എന്താ പറ്റാത്തത്? ആ ഉസ്താദിന്റെ ചെവി പറഞ്ഞു, ഉസ്താദേ ഇന്നലെ എൻ്റെ വാപ്പ കള്ളു കുടിച്ചു കാണ്ടാണ് വന്നത്, അങ്ങനെയാണ് എൻ്റെ വാപ്പ മരിച്ചത്, ഞാനെങ്ങനെ ഇമാമു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളുടെ ഈമാൻ പോലും ചിലപ്പോൾ വാപ്പമാരായ നമുക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് ഒരു തിന്മകളും നമ്മൾ അവരെ അകപ്പെടരുത്. അകപ്പെട്ടാൽ നമ്മളുടെ മക്കളും വഴിതെറ്റും. ഒരു വീട്ടിലെ 3 പെൺകുട്ടികൾ വഴിതെറ്റിപ്പോയി. അത്രയും സുരക്ഷിതമായൊരു വീട്ടിൽ നിന്ന് 3 പെൺമക്കൾ വഴിതെറ്റിപ്പോയപ്പോൾ നാട്ടുകാർ അന്തം വിട്ടു. എന്തായിരുന്നു കാരണം എന്നറിയോ? ഉമ്മയുടെ ബാപ്പ മരിച്ചപ്പോ ഏതോ ഒരു പട്ടണത്തിന്റെ നടുക്കുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അത് കിട്ടണം ഇയാൾക്ക്. ആർക്ക്? മകളുടെ ഭർത്താവിന്, ഈ കുട്ടികളെ വാപ്പാക്ക്. അതിനെന്നും മകരി ബിസ്കരിച്ച് കഴിഞ്ഞാൽ വാപ്പമ്മാനെ തല്ലും. അത് തച്ച് അത് കരഞ്ഞ് വീട് ആകെ അലങ്കോലായി, സ്വത്തിനും വേണ്ടിയായി. മക്കൾക്ക് വീട്ടിൽ സ്നേഹം കിട്ടൂലാന്ന് തോന്നി 3 മക്കളും വേറെ വഴി നോക്കിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നിങ്ങൾ നല്ലവരായി തീർന്നാൽ ഞങ്ങൾ മക്കൾക്ക് സുരക്ഷയാണ് വീട്ടിൽ. അതുകൊണ്ട് നിങ്ങളിൽ ഉപ്പമാരെ ഒരു തിന്മയും ഉണ്ടാകരുത്. ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ വീട്ടിൽ നിങ്ങൾ ഭാര്യമാരെ ചെയ്യരുത്. ഞങ്ങളുടെ ഉമ്മയെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾ അസ്വസ്ഥരാകും. ഞങ്ങൾ അനാഥരാകാൻ പോവുകയാണ് എന്ന് ഞങ്ങൾ അനുജനോട് പറയും. അനുജനും അനുജത്തിയും മരച്ചുവട്ടിൽ കളിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. അവൾ ചോദിക്കും, എന്താ കാക്കാജി കരയണേ? ഒന്നുമില്ലടിയേ, നമ്മളെ വാപ്പിമ്മി നോക്കാജി ഇപ്പം തലാക്ക് ചൊല്ലും, നോക്കാജി നമ്മളെ എത്തിങ്ങാനിക്ക് പോണ്ടി വരൂലേ. അങ്ങനെ വാപ്പയും ഉമ്മയും ഉണ്ടായിട്ട് എന്തെങ്കിലും സൗന്ദര്യപ്പണക്കത്തിന്റെ പേരിൽ മക്കൾ അനാഥമായി പോയി ഏതെങ്കിലും വേശ്യാലയത്തിന്റെ കാറിൽ കയറിപ്പോയാൽ തടയാനാവുകയില്ല. എറണാകുളത്ത് നിന്നൊരു പെൺവാണിഭം പിടിച്ചിരുന്നു. ആരാന്നറിയോ? അച്ഛൻ അമേരിക്കയിൽ വലിയ ഉദ്യോഗസ്ഥനാണ്. അച്ഛൻ അമ്മയും തമ്മിൽ ഉടക്കി, കുടുംബബന്ധം വിച്ഛേദിക്കപ്പെട്ടു.
ഈ മകളെ സ്നേഹം കിട്ടാതെയായപ്പോൾ മകൾ വീട് വിട്ടിറങ്ങി. വഴിവക്കിൽ നിന്ന് കണ്ടപ്പോൾ ആരോ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി പലയിടത്തും വേശ്യാലയത്തിൽ ഉപയോഗിച്ചു. അവസാനം ചപ്പു ചവറാക്കി എറണാകുളത്ത് വാഴക്കുളത്തിനടുത്തങ്ങനാണ്ട് കൊണ്ടുവന്നിട്ടു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമ്മളുടെ അനാഥത്വം നമ്മളുടെ അവിവേകത്തിൽ നിന്ന് വന്നു പോകുന്നതാണ്. അതുകൊണ്ട് മാതാപിതാക്കളോ മാതാപിതാക്കൾ മക്കൾക്കോ മക്കൾ മാതാപിതാക്കൾക്കോ നമ്മളെ വീട്ടിൽ ഒരു ശല്യമല്ല, നമുക്കെല്ലാം സംരക്ഷണത്തിനാണ്. രണ്ടു കൂട്ടർക്കുമുള്ള ഐശ്വര്യത്തെക്കുറിച്ച് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ മാതാപിതാക്കൾക്ക് ഖൈർ കിട്ടാൻ അള്ളാഹുവിനോട് ദുആയിരക്കുകയും ചെയ്യണം. ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്, റബ്ബി ഔസിഇനി അൻ നശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. പടച്ചോനോട് നമ്മളെ 40 വയസ്സാവുമ്പോൾ പടച്ചോനോട് പ്രാർത്ഥിക്കുമല്ലോ, പടച്ചോനെ എൻ്റെ അമ്മാനോടും ബാപ്പാനോടും സ്നേഹം കാണിക്കാനുള്ളൊരു മനസ്സ് പടച്ചോനെ ഇത് ഞങ്ങൾക്ക് തരണേ. എന്താ കൂട്ടരെ 40 വയസ്സാവുമ്പോൾ അങ്ങനെ തോന്നാൻ? നമ്മക്ക് 40 വയസ്സാവുമ്പോൾ നമ്മളെ മക്കൾക്കും ഒരു 10-15 വയസ്സാവൂലേ? ഒരു 10 വയസ്സെങ്കിലും ആവൂലേ? ആകും. അപ്പം നമ്മൾ മോനേന്ന് വിളിക്കുമ്പോൾ ഒറ്റ പോക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ മനസ്സിങ്ങനെ പടക്കും. അപ്പം നമ്മളെ വാപ്പാനോർക്കും. ഞാൻ എൻ്റെ വാപ്പാൻ്റെ തറവാട്ട് വീട്ടിൻ്റെ മുമ്പ് കൂടി ഫോണടിച്ച് പോന്നിട്ട് കയറാതെ പോന്നപ്പോൾ എൻ്റെ വാപ്പാക്ക് എത്ര വിഷമുണ്ടായി കാണും. അപ്പൊ പടച്ചോനോട് പറയുമല്ലോ, പടച്ചോനെ എൻ്റെ വാപ്പാൻ്റെ ഇമ്മാൻ്റെ അടുത്തേക്ക് പോകാനുള്ള നല്ലൊരു മനസ്സെനിക്ക് തന്നു, ഓൽക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു നല്ല മനസ്സെനിക്ക് തരണേന്ന് മനുഷ്യർ പറയുന്നു. അപ്പൊ അതിനൊന്നും നമ്മളാരും കാത്തു നിൽക്കേണ്ടതില്ല, അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യണം. മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. സ്വത്തായിരുതാ വാപ്പ മരിച്ചാൽ സ്വത്തായിരിക്കാ കൂട്ടരെ? 3 വയസ്സായ കുട്ടനോട് ചോദിച്ചു നോക്കി, നിങ്ങളൊരു മുസ്ലിം വീട്ടിലെ വാപ്പ മരിച്ചാൽ സ്വത്തായിരിക്കാ? കുട്ടി പറയാൻ തരുമോ? വാപ്പ മരിച്ചാ സ്വത്ത് മക്കൾക്ക് അല്ലേ? എല്ലാവർക്കും മനപ്പാടല്ലേ? ആണ്. പ്രധാനമന്ത്രി പറഞ്ഞതാ? മുഖ്യമന്ത്രി പറഞ്ഞതാ? ധനമന്ത്രി പറഞ്ഞതാ? അല്ല, അള്ളാ പറഞ്ഞതാണ്. എന്നാൽ ആ അള്ളന്നെ പഠിപ്പിക്കല്ലേ നമ്മളെ? വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ മകന്റെ സ്വത്ത് ആർക്കാ? ഇങ്ങനെ വാപ്പാക്ക്, ഇങ്ങനെ വാപ്പാക്ക് അല്ലാതെ ആയത്? എന്ന് മുതലാ വാപ്പാക്ക് അല്ലാതെ ആയത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, എൻ്റെ വാപ്പാക്ക് എൻ്റെ സ്വത്തിനോട് എന്തോ ഒരു സ്നേഹം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്, ഞാൻ എന്താ കാട്ടേണ്ടത്? നബി കണ്ണ് ചുവപ്പിച്ചിട്ട് പറഞ്ഞു, അൻത വ മാലുക ലി അബീക, ഇജു എൻ്റെ സ്വത്തും എൻ്റെ വാപ്പാക്കുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, വാപ്പാന്റെ പൈസ എന്തെങ്കിലും എനിക്ക് എടുക്കണമെങ്കിൽ വാപ്പാനോട് 3 വട്ടം ചോദിക്കണം. വാപ്പാക്ക് ഞമ്മളീന്ന് എടുക്കണമെങ്കിലോ 1 വട്ടം ചോദിക്കണ്ടല്ലോ. വാപ്പാന്റെ മേശപ്പുറത്തുണ്ട് ഒരു 50 നോട്ട്, അത് എടുക്കണമെങ്കിലേ വാപ്പാ ഞാൻ എടുക്കട്ടെ, എടുത്തോ? അല്ല വാപ്പ എന്നാലും ഞാൻ എടുക്കട്ടെ, എടുത്തോന്ന് പറഞ്ഞില്ല എന്നോട്, എടുത്തോ? വാപ്പ എടുക്കട്ടെ, എടുത്തോ, എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. ഞമ്മളെ മേശപ്പുറത്ത് 500 ഉറുപ്പിക എടുക്കണമെങ്കിലോ വാപ്പാക്ക് ചോദിക്കണ്ട, വാപ്പ എന്നപ്പോ 500 നോട്ടുണ്ട് അടുത്ത്. വാപ്പാനോട് ചോദിച്ചു, വാപ്പാ 500 നോട്ട് ആഴ്ച തെരഞ്ഞെടുക്കാൻ വേണ്ട, ഞാൻ അടുത്ത്. അങ്ങനെ പഠിപ്പിച്ച മത ഇത്. നേരെ തിരിച്ചാ, വാപ്പാൻ്റെ 500 നോട്ട് എടുക്കാൻ ആരോടും ചോദിക്കണ്ട, അതെടുത്തു പോയി. വാപ്പാക്ക് ഒരു 50 ഉറുപ്പിക എടുക്കണേ, നമ്മളോട് ചോദിക്കണം, നമ്മളെ പെണ്ണുങ്ങളോട് ചോദിക്കണം, പെണ്ണുങ്ങളെ വാപ്പാനോട് ചോദിക്കണം, എത്ര ആളോട് ചോദിക്കണം, ധനമന്ത്രിൻ്റെ ഒപ്പ് കിട്ടണം, ഇല്ലേ? എങ്ങനെയല്ലേ കാലം പോണേ? അപ്പോൾ സഹോദരന്മാരെ, മാതാപിതാക്കൾക്ക് അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും കൊടുത്തുകൊണ്ട് വളർത്തുവാനും കൊടുക്കുവാനും അവരെ നോക്കുവാനും പഠിപ്പിച്ചു നമ്മളെ. നമ്മൾ അതുപോലെയാണെങ്കിൽ ഒരൊറ്റ ഹൈക്കോടതിയിലും ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ പരാതികളോ കേസോ ഉണ്ടാവില്ല. വാപ്പാനി മാനി നോക്കാത്തതിൻ്റെ പേരിൽ ഒരു കേസിനും വാദിക്കേണ്ട ഗതികേട് നമ്മളെ വക്കീൽമാർക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരോട് ശാപം പറയുകയോ ശാപവാക്കുച്ചരിക്കുകയോ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ കൃത്യസമയത്ത് നിസ്കരിക്കുക എന്നതാണ്. രണ്ടാമത്തതോ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് അവർക്ക് നന്മ ചെയ്യുക. ഏതാ സമയം? ആവശ്യം ഉണ്ടാവുമ്പോൾ. നമ്മളെ വാപ്പാനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ 8 മക്കളും മനോരമയും മാതൃഭൂമിയും ഒക്കെ വിരിച്ചുങ്ങാണ്ട് ഇങ്ങനെ കിടക്കുക, അപ്പുറം തെലങ്കനിയും ബലങ്കനിയും ഒക്കെ. നഴ്സുമാർ ചോദിക്കുക, ആകെ ഒരു വാപ്പയുള്ളതിൻ്റെ ഉള്ളിൽ ഇതോടെ ആകെ പരന്നു കിടക്കണം ഇവിടെ. അപ്പോൾ തലൊക്കെ പറയാം, നിങ്ങൾ ആ വാപ്പാൻ്റെ 8 മക്കളാ, അത് ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മാറ്റാൻ പറഞ്ഞോളി, അവിടെ കിടന്നോളി. ഇത് നമ്മളെ വാപ്പാനെ അവിടെ കിടത്തി. നഴ്സുമാർ ഇടക്കിടക്ക് ചോദിക്കുക, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അബ്ദുല്ലമീദാക്കാണ്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? തെരഞ്ഞ് അവസാനം കെലിമ ചൊല്ലിക്കൊടുക്കാൻ പോലും
അവിടെ ഒരാളില്ലാത്ത അവസ്ഥ അല്ലേ? ഉണ്ടായി പോകാൻ പാടില്ലാത്തതാണ്. ഉപ്പക്ക് വേണ്ടിയും ഉമ്മക്ക് വേണ്ടിയും ജീവിതം മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ നന്മകൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടി ധർമ്മസമരം ചെയ്യുന്ന മക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഉപ്പയോട് കാണിച്ച സ്നേഹം, തന്റെ വിഗ്രഹം ഉണ്ടാക്കി വെക്കുക, അത് ചെയ്യണ വാപ്പയാണ്. ആ വാപ്പാനോടും ഇബ്രാഹിം നബി അപ്പൊ ഒരേ തന്നെയാണ്. അരിയും റേഷൻ പിടി എന്നുള്ള ഗോതമ്പും ഒക്കെ ശരിയായിട്ട് ഉഷാറായിട്ടുണ്ടായി. ഇബ്രാഹിം നബി ഇങ്ങനെ ആലോചിച്ചിരുന്നോ, എന്താ ഇപ്പൊ കാട്ടുക, എൻ്റെ വാപ്പ പാവല്ലേ, വിഗ്രഹം വിറ്റുകാണ്ടല്ലേ ഇപ്പൊ അവിടെ അരി അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. ഇബ്രാഹിം എന്താ സുഖം തന്നെയല്ലേ? ആണ്. യാ അബത് അല്ലേ? നോക്കൂ, നിങ്ങൾ സ്വന്തം ഉപ്പയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഖുർആൻ ആയത്ത് ഇങ്ങനെ പറയണേ. ഇബ്രാഹിം നബിനോട് ആപ്പ ചോദിക്കുക, ഇബ്രാഹിം സുഖനല്ലേ? ആണ്. പാപ്പ എന്തിനാ നിങ്ങൾ ഈ വിളിച്ചാ കേൾക്കാത്ത, നിങ്ങൾ ഈ കാണാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഇതിനോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണത്? എന്നിട്ട് എന്താ പറഞ്ഞേ? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി യഹ്ദിക സിറാതൻ സവിയാ. ഉപ്പാ, നിങ്ങൾ എന്താണ് വിളിച്ചാൽ കേൾക്കാത്ത, കാണാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഇതിന് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട ഉപ്പ, എനിക്ക് അറിവ് വന്നെത്തിയിരിക്കുകയാണ്, നിങ്ങൾക്ക് എത്താത്ത ഒരു അറിവാണത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുക, ഞാൻ നിങ്ങൾക്ക് ഇതാ ഹിദായത്ത് നൽകുകയാണ്. സിറാത്തൻ സവിയ്യാ, അല്ലാഹുവിന്റെ യഥാർത്ഥ നേരായ മാർഗത്തിലേക്ക് ഞാനിതാ നിങ്ങളെ ക്ഷണിക്കുന്നു. അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എറിഞ്ഞ് ആട്ടി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ വാപ്പാക്ക് പുറത്തെടുക്കണേ എന്ന് പറഞ്ഞു. വാപ്പാനോടുള്ള സ്നേഹം കൊണ്ട് പടച്ചോൻ പറഞ്ഞു, ഇബ്രാഹിം നബി നിങ്ങൾക്ക് എല്ലാത്തിനും മാതൃകയാണ്, ബാപ്പാക്ക് പുറത്തെടുക്കണേന്ന് പറഞ്ഞതിലൊഴികെ അത് നിങ്ങൾ കേൾക്കണ്ട. കാരണം എന്താ? വാപ്പ വിഗ്രഹത്തെ ആരാധിച്ച് ശിർക്ക് ചെയ്തു പോയ വാപ്പയാണ്. അതുകൊണ്ട് പൊറുക്കലിനെ തേടാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നോക്കി നിങ്ങൾ, ഞാനും ഇതൊക്കെ നിങ്ങൾ പഠിച്ച്, എന്നിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു. വാപ്പ നമ്മൾ പുരയിൽ പോയി, വാപ്പാനോട് ചോദിച്ചു, വാപ്പ എന്താണ്? ഒന്നുമില്ല മോനെ, മുദീ ഷേഖേ എന്ന് വിളിച്ചിട്ട് വാപ്പ പുറത്ത് ഇങ്ങനെ ഇയ്യുമ്പോൾ, വാപ്പ അങ്ങനെ നിങ്ങൾ വിളിക്കല്ലിപ്പാ. എന്താ? മുദീ ഷേഖ് റഹ്മത്തുള്ളാഹി മരിച്ചു പോയില്ലേ, അന്ന് ബഗ്ദാദിലല്ലേ മറവ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ആത്മാവ് പടച്ചോന്റെ സിംഹാസനത്തിന്റെ കീഴെ പറവന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും. നിങ്ങൾ ഇവിടുന്ന് വിളിച്ചാൻ പാടില്ല, നിങ്ങൾ അള്ളാനെയല്ലേ വിളിച്ചണ്ട്. എവിടുന്ന് ഇപ്പം എനിക്കൊരു പുതിയ വിവരം കിട്ടി? അല്ല വാപ്പാ, പുതിയ വിവരമൊന്നുമല്ലേ, മുമ്പ് തന്നെ പഠിച്ചതാണ്. ഞങ്ങളോട് നിങ്ങളെ മകനായതുകൊണ്ട് ഞാൻ പറയണം. അങ്ങനെയാ? എന്നാ ഇവിടെ നിന്ന് മാന്തി തന്ന ഞങ്ങൾ യാ അള്ളാന്ന് വിളിക്കി, യാ അള്ളാ സുഖാക്കി തരണേ. നിങ്ങൾ മാന്തി കൊടുത്തു, ഇഞ്ഞു കൊടുത്ത്, മരുന്ന് വെച്ചു കൊടുത്തു. ആ വാപ്പ ആ വഴി കൂടി ഇങ്ങനെ വരുമ്പോ ഇബ്രാഹിം നബി ഞങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നില്ലേ? അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അല്ലേ? നോക്കൂ നിങ്ങൾ, ഇസ്ലാമിനെ പുൽകിക്കൊണ്ട് ഇസ്ലാമിന്റെ സംശുദ്ധമായ അറിവ് ലഭിച്ചപ്പോൾ ആലപ്പുഴക്കാരൻ ഈ ധന്യമായ മതത്തിന്റെ വക്താവായി മാറി. പെരിന്തൽമണ്ണയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിഷമം എന്തായിരുന്നു അറിയോ? എൻ്റെ അമ്മക്കിത് കിട്ടിയിട്ടില്ലല്ലോ, എൻ്റെ അമ്മക്കിത് കിട്ടിയിട്ടില്ലല്ലോ, ചെല്ലാൻ അയക്കൂലല്ലോ, ചെന്നാൻ എന്നെ ആട്ടുമല്ലോ, എൻ്റെ അമ്മക്ക് കിട്ടിയിട്ടില്ലല്ലോ. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ എറണാകുളത്ത് വന്നപ്പോൾ അമ്മക്ക് അദ്ദേഹം കത്തെഴുതി, പ്രിയപ്പെട്ട അമ്മക്ക്, ഞാൻ സ്വീകരിച്ച സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെയും അനുജനെയും എൻ്റെ അനുജനെയും അമ്മാവന്റെ മകനെയും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾക്കുള്ള റൂമും നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യവും ഞാൻ എറണാകുളത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ അമ്മ ഈ അപേക്ഷ തള്ളരുതെന്ന് ബഹുമാന്യൻ എന്ന് പേരും വെച്ച് കത്തെഴുതി. അമ്മ പ്രതികരിച്ചു. അമ്മ ചോദിച്ചു, മോനെ, നിന്റെ ഇസ്ലാമികമായ ജീവിതത്തിൽ എനക്കെത്ര കുട്ടികളുണ്ടെന്ന്. ഉമ്മ തട്ടമിട്ട് നടക്കുന്ന പൊന്നോമന പുത്രിമാർ 2 എണ്ണമാണ്. അവരുടെ വയസ്സ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. എറണാകുളത്ത് റൂമിലേക്ക് വന്ന അമ്മയുടെ കയ്യിൽ ഇസ്ലാമിക വസ്ത്രധാരണ രീതിയോടുകൂടി അടിച്ചു കൊണ്ടുവന്ന 2 കൂട്ടം ഡ്രസ്സായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മാക്കൾക്ക് ഇസ്ലാം മതം എന്താണെന്ന് പഠിച്ച് ഇസ്ലാമികമായി ജീവിക്കുന്ന പേരക്കുട്ടികളെ കാണാൻ
ഹിന്ദുവായ വല്യമ്മ വന്നപ്പോൾ ഇസ്ലാമികമായ ഫുൾ കൈ ധരിച്ച വസ്ത്രം ടൈലറെ കൊണ്ട് അടുപ്പിച്ചു കൊണ്ടുവന്നിക്കുകയാണ്. യൂണിഫോം തയ്പ്പിക്കുമ്പോൾ ഹാഫ് കൈ മതി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ വസ്ത്രം കഴിഞ്ഞ പെരുന്നാളിന് പുതുവസ്ത്രമായി 2 പൊന്നോമന മക്കൾ ധരിച്ചു. ബഹുമാന്യനായ അദ്ദേഹം അധികാരികളോട് അനുവാദം വാങ്ങി. എൻ്റെ അമ്മക്ക് കൂടെ നടന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ അനുവാദം തരണമെന്ന്. എല്ലാം വായിച്ച് പറഞ്ഞ് കൊടുത്തു പുറത്തിറങ്ങുമ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഇത്രയും ധന്യമായ ഒരാശയത്തിലേക്കാണ് എന്റെ മകൻ വഴി നടന്നതെങ്കിൽ എനിക്കതിൽ സങ്കടമില്ല. ഉമ്മ ചെല്ലി എന്നാണ് മോന്റെ അഭിപ്രായം. വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ തന്റെ രക്ഷിതാക്കളോടുള്ള ബാധ്യതകൾ ഒരറ്റത്ത് നിർവഹിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ഓർക്കുക, നമ്മളുടെ മക്കൾക്കും നിങ്ങൾ നല്ല സംസ്കാരവും നല്ല വിദ്യാഭ്യാസവും കൊടുക്കണം. നമ്മളുടെ ഉമ്മത്തിൽ ഞങ്ങൾക്കുള്ള തകരാറ് പണത്തിന്റെ ആധിക്യമാണ്. ഞങ്ങൾക്ക് പണമുണ്ട്, ആ പണം നിങ്ങൾ ഞങ്ങൾക്ക് തന്നു. അനാവശ്യമായ പണങ്ങൾ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ തകർത്തെറിഞ്ഞു. കോയമ്പത്തൂരിലും എറണാകുളത്തുമൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളായ ഞങ്ങളുടെ മക്കൾക്ക് ആ മക്കൾ ആ പണം ദുരുപയോഗം ചെയ്തു. അവർക്ക് സമ്പത്ത് നിയന്ത്രണമില്ലാതെയായി. അവർ അങ്ങടങ്ങാൻ കഴിയാത്ത സമ്പാദ്യം ഉപ്പയുടേതവർ തുടർച്ചു കളഞ്ഞു. അവരുടെ കോഴ്സുകൾ പകുതി ഭാഗത്തായി. പോലീസ് സ്റ്റേഷനും കേസും കച്ചറയുമായി. അതുകൊണ്ട് ഈ ഇരിക്കണ വാപ്പാരോടും ഉമ്മാരോടും പറയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് തോനെ പൈസ തരരുത്, നിങ്ങൾ ഞങ്ങൾക്ക് അമിതമായി പണം തരരുത്, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ തരാവൂ. കാരണം എല്ലാ തിന്മകളുമുണ്ട്. ഒരു പട്ടണത്തിലെ 15 കുട്ടികളെ അറസ്റ്റ് ചെയ്തു ബൈക്ക് കള്ളക്കേസിൽ, ബൈക്ക് കട്ട കേസിൽ. എന്താ കാരണം അറിയോ? വാപ്പാര് പൈസ കൊടുത്തു. പിന്നെ വാപ്പാക്ക് പൈസ കൊടുക്കാൻ വാപ്പാന്റെ അടുത്ത് ഇല്ലാതെയായി. വാപ്പാന്റെ അടുത്ത് ഇല്ലാതെയായപ്പോ ഒരങ്ങാടിയത്തെ ബൈക്ക് കട്ടിട്ട് 7500 വിറ്റു. അങ്ങനെ 10-15ഓളം ബൈക്ക് വിറ്റു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളായ ഞങ്ങൾക്ക് നിങ്ങൾ അമിതമായ സമ്പത്ത് ഞങ്ങൾക്ക് തരാതിരിക്കുക. നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കണം. എന്താ നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാത്തത്? നിങ്ങൾ എന്താ ഞങ്ങൾ ഉപദേശിക്കാത്തത്? ഞങ്ങൾ ആരാധന ചെയ്യാതിരുന്നാൽ നിങ്ങൾ എന്താ ഞങ്ങളോട് ചോദിക്കാത്തത്? ജുമാക്ക് വരാതിരുന്നാൽ നിങ്ങൾ എന്താ ചോദിക്കാത്തത്? നോക്കൂ, നിങ്ങളൊരു ജുമാഅത്ത് പള്ളി ഇസ്ലാമികമായ ഒരു ആവശ്യത്തോടുകൂടെ നിർവഹിക്കപ്പെടുകയാണ്. ഒരു ആൾക്കൂട്ടങ്ങളുള്ള ഒരു സ്ഥലത്ത് ഒരു പള്ളി വരുന്നു. കോടികൾ അതിന്റെ വില, സ്ഥലത്തിന് വില കൊടുക്കണം. അള്ളാഹുവിന്റെ ഒരു ആരാധനാലയം. 7.5 ലക്ഷമാണ് ഒരു സെന്റിന്റെ വില. ആ സെന്റിന്റെ വില നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഓരോരുത്തരും അത് കൊടുത്ത് അവിടെ ഒരു പള്ളി ഉയർന്ന് ആ പള്ളിയിൽ ഉപ്പയും ഉമ്മയും മോനും മോളും വന്നിരുന്ന് ഒരാഴ്ച ഖുത്ബ കേട്ട് പുറത്തിറങ്ങുമ്പോൾ സ്വന്തം കാറിലേക്കോ ബസ്സിലേക്കോ കയറുമ്പോ വീട്ടിൽ ചെന്ന് ഒരു സദ്യക്ക് ചുറ്റും ഇരിക്കുകയാണ് ഭക്ഷണത്തിന്. മോനെ കേട്ടില്ലടാ ഖുത്ബ? കേട്ടു വാപ്പാ. മോളെ കേട്ടില്ലേ? നല്ല ഉസ്താദ് പറഞ്ഞേ കേട്ടു. ഭാര്യ കേട്ടില്ലേ? കേട്ടു. അപ്പൊ എന്നാ ഇനി നമുക്ക് സ്വർണം വാങ്ങണ്ട അല്ലേ? അതെന്തേ? ഞാൻ സ്വർണം മാറ്റണം എന്ന് വിചാരിച്ചായിരുന്നു. എന്തിനാ? അതിലൊന്നും വലിയ കഥല്ല, ഉസ്താദ് പറഞ്ഞേ കേട്ടില്ലേ നിങ്ങൾ? നമുക്ക് അമിതമായി സമ്പത്ത് ചെലവാക്കിയിട്ട് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് നല്ല വഴിക്ക് ചെലവാക്കണം. അപ്പൊ ആ നല്ല വഴിയിലേക്ക് ചെലവാക്കാൻ നമുക്കൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നതോടുകൂടി അള്ളാഹു നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്തിൽ നിന്ന് ഇനി എത്രയാണോ ബാക്കി കൊടുക്കാനുള്ള ശേഷിപ്പ്, അത് നിങ്ങൾ ഓരോരുത്തരും ചുമതലകളായി നിർവഹിച്ച് ഇൻഷാ അല്ലാഹ് നമ്മളെ ഒരു പൊര റോഡിന്റെ വക്കത്ത് കയറ്റണം എന്ന് വിചാരിച്ചിട്ടുള്ളൂ. സ്ഥലം എടുക്കലും കയറ്റലും കയറലും താമസാക്കലും കഴിഞ്ഞു. അള്ളാന്റെ ഒരു പള്ളി റോഡിന്റെ വക്കത്ത് വരണമെന്ന് വിചാരിച്ചിട്ട് അതിന്റെ സ്ഥലം തന്നെ അങ്ങോട്ട് റെഡി ആയിട്ടില്ല. പിന്നെ കയറ്റാഞ്ഞ് എത്ര കാലാവോ? അപ്പൊ അള്ളാഹു നമുക്ക് തരുന്നതിന്റെ വിഭവ സമൃദ്ധി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോ കാണണം. കുടുംബത്തിനും കൊടുക്കണം, ആദർശത്തിനും കൊടുക്കണം, ഇസ്ലാമിന് വേണ്ടിയും കൊടുക്കണം. അങ്ങനെ വളർത്തപ്പെട്ട് അവിടെ ഒരു സ്ഥലം ചിലപ്പോൾ ഉമ്മാർക്കും പാപ്പാർക്കും ഒക്കെ ആഗ്രഹം ഉണ്ടാവേ, മോനെ എടാ ഈശ്വരേറെ കൊടുത്തിട്ട് ഒരു സെന്റിൻ്റെ അവിടെ വാങ്ങിയിട്ടാ എനിക്കവിടെ നിസ്കരിക്കാൻ. ആ നിസ്കാരത്തിന് അവിടെ ആളുകൾ വരുന്നിടത്തോളം കാലം അതിൻ്റെ കൂലി. അപ്പൊ അവിടെ വന്ന് ഏതില്ലോനും ഇല്ലാത്തോനും വന്ന് നിസ്കരിച്ച് തക്ബീർ കെട്ടി സലാം വീട്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂലി നമ്മൾ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. നമ്മൾ ഉപയോഗിച്ച സമ്പത്ത്, നമ്മൾ തിന്നുതീർന്ന സമ്പത്ത്, നമ്മൾ വീട് കയറ്റി അലങ്കരിച്ച സമ്പത്ത് ഒന്നുമല്ലാത്തതുപോലെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ കൂലി നമുക്ക് ലഭിക്കുന്നു.
അതുകൊണ്ട് മക്കളായ ഞങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിന് പണം തരിക, നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കുക. പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ഉമ്മ നിങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഉപദേശിക്കണം, മോളെ നല്ല കുട്ടിയാണ് കേട്ടോ, വഴിതെറ്റിക്കരുത് കേട്ടോ, മോളെ പറയിപ്പിക്കരുത് കേട്ടോ, വാപ്പ ഇമ്മി നോക്കാം, മോളെ അധ്വാനിക്കണം, വേറൊരു കമ്പനിയും കാര്യവും കൂട്ടുകെട്ടൊന്നും ഉണ്ടാകരുത് കേട്ടോ, മോള് നിസ്കരിക്കല്ലേ, മോള് പള്ളിയിൽ പോണില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കിട്ടോ. ഞങ്ങളെ മക്കളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ എന്താ അറിയോ, അവസാനം ഒരു വീട്ടിൽ ചെന്നുപെട്ടപ്പോൾ ആ വീട്ടിൽ ഉപ്പ ആകെ വിഷമത്തിനയച്ചിരിക്കുക, ആകെ വിഷമത്തിലാ, ഉമ്മ ആകെ മെലിഞ്ഞു പോയിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഉപ്പ അയൽവാസികളായ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചോ? ഇല്ല.